Hello, good morning all. Am I audible? Yes, ma'am. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് റിവിഷൻ സെക്ഷൻ ആണ്. നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ എക്സാം നാളെ ഉണ്ടാവും. അത് കമ്പൽസറി ആണ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ മുന്നേ ആയിട്ടുള്ള ഒരു റിവിഷൻ സെക്ഷൻ ആണ് ഇന്ന് വെച്ചിട്ടുള്ളത്. നമ്മൾ കടന്നു പോയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുകയാണ്. ആൻഡ് സെറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡൗട്ട് ഉള്ളതൊക്കെ ഇങ്ങനെ ചോദിക്കും. ഓക്കെ, ഞാൻ അതിന്റെ സൊല്യൂഷൻ സെപ്പറേറ്റ് ആയിട്ട് തരാം. ടൈം എടുക്കും, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓ, അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്ടേഴ്സ് ആണ്. നമുക്കറിയാം വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ആൻഡ് അതിന് എക്സാമ്പിൾ ആണ് മാസ്, ലെങ്ത്, ടൈം. ഈ നോട്ട് ഞാൻ ലാസ്റ്റ് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സ്ക്രീൻ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ മതി. ആൻഡ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, ഓക്കെ, ലെവിസിറ്റ സിമ്പിൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൗ ഫോഴ്സ്, വെലോസിറ്റി, ഈ കൺസെപ്റ്റ് ഒക്കെ വെക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നോ, എപ്പോഴും ചോദിക്കാറുള്ളതാണ് കറണ്ട് എന്ന് പറയുന്നത് ഒരു വെക്ടർ അല്ല, കറണ്ട് ഒരു സ്കേലാർ ആണ്. അത് എന്തുകൊണ്ടാന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇപ്പൊ 2-3 ക്വാണ്ടിറ്റീസ് തന്നിട്ട് അതിൽ കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് ഒരു സ്കേലാർ ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? കറണ്ട് വെക്ടർ ലോ ഓഫ് അഡിഷൻ ഒബേ ചെയ്യുന്നില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കറണ്ട് സ്കേലാർ ആയി പോയത്. ബാക്കിയല്ല, കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട്, നമുക്കറിയാം. കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിന് ഡയറക്ഷൻ ഉണ്ട്. ഇത് വെക്ടർ ലോ ഓഫ് അഡിഷൻ, അത് ക്രിസ്റ്റോഫ് ലോ നമുക്കറിയാം. വെക്ടർ ലോ ഓഫ് അഡിഷൻ അതോടെ ഒബേ ചെയ്യാത്തത് കൊണ്ടാണ് കറണ്ട് നമ്മൾ സ്കേലാർ ആയി കൺസിഡർ ചെയ്യുന്നത്. പോളാർ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെക്ടർ അസോസിയേറ്റഡ് വിത്ത് ദ ലീനിയർ ഡയറക്ഷണൽ ഇഫക്ട്. നമ്മൾ ഫോഴ്സ്, ആക്സലറേഷൻ, അങ്ങനെ ലീനിയർ ഡയറക്ഷണൽ ഇഫക്റ്റ് ചേർത്തിട്ടുള്ളതിനെയാണ് നമ്മൾ പോളാർ എന്ന് പറയുന്നത്. അതേപോലെ ഫോഴ്സ്, ആക്സലറേഷൻ, അതൊക്കെ പോളാർ വെക്ടേഴ്സ്. നമ്മളിതൊരു റൊട്ടേഷൻ കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദർ ആർ കോൾഡ് ആക്സിയൽ വെക്ടേഴ്സ്. ടോർക്ക്, ആംഗുലർ വെലോസിറ്റി, എക്സെട്ര. അപ്പോൾ പോളാർ വെക്ടേഴ്സിൽ നമ്മൾ ലീനിയർ ഡയറക്ഷണൽ ഇഫക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആക്സിയൽ വെക്ടേഴ്സിൽ റൊട്ടേഷണൽ ഇഫക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടോർക്ക്, ആംഗുലർ വെലോസിറ്റി, ഇതെല്ലാം അതിൽ എക്സാമ്പിൾ ആയിട്ട് വരും. പിന്നെ വെക്ടേഴ്സിന്റെ കേസിൽ ട്രയാങ്കിളിലോ നമുക്കറിയാം ഇത് എ ആണ്. എ എന്നുള്ള ഡയറക്ഷൻ ഒ എയിലുണ്ട്. ആൻഡ് എ ടു ബി, ബി ഉണ്ടെങ്കിൽ ഒ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനീഷ്യൽ പോയിന്റ് ഓഫ് ബി അറ്റ് ടെർമിനൽ പോയിന്റ് ഓഫ് എ. അപ്പോൾ എയുടെ ടെർമിനൽ പോയിന്റിലാണ് ബിയുടെ ഇനീഷ്യൽ പോയിന്റ് വരുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് അഡിഷൻ യൂസ് ചെയ്യുന്നത്. ഈ ജീന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വെക്ടേഴ്സ് ജീന ക്ലാസ്സിലുള്ളതല്ലേ? ജീന ആയിരുന്നല്ലോ. ജീന കേൾക്കുന്നുണ്ടോ? ഞാന് വെക്ടേഴ്സിന്റെയും സോറി ഗ്രൂപ്പ് തിയറി അതുപോലെ ടെൻസസ് ഈ രണ്ട് പോർഷൻ ഇനി എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞിരുന്നു ചിത്ര മിസ്. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും ക്ലാസ്സുകൾ നാളെ ജസ്റ്റിന്റെ റിവിഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഇതിന്റെ രണ്ടിന്റെയും ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ രണ്ടിന്റെയും ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. പാരലോഗ്രാം ലോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം. അപ്പോൾ ഇവിടെ വെക്ടർ എ എന്നുള്ളതും വെക്ടർ ബി എന്നുള്ളതും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് ആണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ടോട്ടൽ ഡയറക്ഷൻ വരുന്നത് എ പ്ലസ് ബി ആണ്. സോ ഇഫ് ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം റെപ്രസെന്റ്സ് ദി ടു ഗിവൺ വെക്ടേഴ്സ് എ ആൻഡ് ബി,
in magnitude and direction, then the diagonal of parallelogram is the sum of two vectors A and B. അതാണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് അഡിഷനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. ഓക്കെ, നൗ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അവിടെ കമ്മ്യൂട്ടേഷൻ ലോ ഒബേ ചെയ്യുന്നുണ്ട്. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു അസോസിയേറ്റീവ് ലോ എ പ്ലസ് ബി പ്ലസ് സി. പിന്നെ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു വെക്ടർ എ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എസ് എ ബാർ ഈക്വൽ ടു അല്ലെങ്കിൽ എസ് എ ഈക്വൽ ടു വെക്ടർ എ എസ് ആ രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനെ വെക്ടർ ലോയുടെ കുറച്ച് പ്രോപ്പർട്ടീസും അവിടെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് നമുക്കറിയാം എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് എ ബി കോസ് തീറ്റ ആൻഡ് അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ട്. എ ഡോട്ട് ബി ഈക്വൽ ടു ബി ക്രോസ് സി ആണ്. സോറി, എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. പിന്നെ ഇതിന്റെ കേസിൽ ഐ ഡോട്ട് ജെ ഈക്വൽ ടു 0, ജെ ഡോട്ട് കെ ഈക്വൽ ടു 0, കെ ഡോട്ട് ഐ ഈക്വൽ ടു 0 ആൻഡ് ഐ ഡോട്ട് ഐ ഈക്വൽ ടു 1, ജെ ഡോട്ട് ജെ ഈക്വൽ ടു 1, കെ ഡോട്ട് കെ ഈക്വൽ ടു 1. ഇതിപ്പോ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി, നോട്ട് എഴുതാൻ നിൽക്കണ്ട. കാരണം ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോവാണ്. തിയറി ആയതുകൊണ്ടാണ്, നമ്മൾ പഠിച്ച തിയറി ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ സെറ്റ് ബാച്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ക്ലാസ്സിന്റെ നോട്ടായിരുന്നു. ഇനി ആ ക്ലാസ്സുകൾ വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ ക്ലാസ്സുകൾ തരാം. ആൻഡ് എ ക്രോസ് ബി ഈക്വൽ ടു വെക്ടർ. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിരിക്കും. ആൻഡ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്ലെയിനിലാണോ എയും ബിയും നിൽക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ വെക്ടറിന്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എ ഡോട്ട് ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്കേലാർ പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്കേലാർ പ്രൊഡക്റ്റ് ആണ്. പക്ഷേ എ ക്രോസ് ബി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എന്നാണ്. അതിൽ എൻ ക്യാപ്പ് ആണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എയും ബിയും നിൽക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എ ക്രോസ് ബി എന്ന് പറഞ്ഞ പ്ലെയിനിന്റെ ഡയറക്ഷൻ വരുന്നത്. പിന്നെ ഇവിടെ കമ്മ്യൂട്ടേഷൻ ലോ ഒബേ ചെയ്യുന്നില്ല. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ, അത് മൈനസ് ബി ക്രോസ് സി ആണ്. എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ബി ക്രോസ് സി ആണ്. ഇനി നമ്മൾ ഏരിയ ഓഫ് പാരലോഗ്രാം കണ്ടുപിടിക്കാനായിട്ട് ഈ വെക്ടർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് പാരലോഗ്രാം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ മോഡ് എ ക്രോസ് ബി ചെയ്യുക. ഇത് ഒരു പ്രാവശ്യം സെറ്റിന്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോഡ് എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ട്രയാങ്കിളിന്റെ കേസും സെറ്റിന്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. മോഡ് ഓഫ് എ ക്രോസ് ബി ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ ഓഫ് അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പാരലോഗ്രാമിന്റെ ഏരിയ കാണാനാണെങ്കിൽ മോഡ് എ ക്രോസ് ബി ചെയ്യുക. പാരലോഗ്രാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവിടെ ആംഗിൾ 90 ആവണം എന്നൊന്നുമില്ല, ആ രീതിയിലുള്ള ഒരു ഷേപ്പ് എ നോട്ട് ഈക്വൽ ടു ബി ആൻഡ് അതിന്റെ ഇടയിൽ വരുന്ന ഒരു ആംഗിൾ. ഓക്കെ, നൗ ട്രയാങ്കിളിന്റെ കേസിൽ നമ്മളുടെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോഡ് എ ക്രോസ് ബി ബൈ 2. നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ എന്താണ് നോക്കുക, അതിന്റെ മോഡ് എടുക്കുക ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് ഏരിയ ഓഫ് പാരലോഗ്രാമും അതേപോലെ ഏരിയ ഓഫ് ട്രയാങ്കിളും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി കണ്ടീഷൻ ഓഫ് 2 ലീനിയർ വെക്ടേഴ്സ്. ഈ 2 ലീനിയർ വെക്ടേഴ്സിന്റെ കൺസെപ്റ്റ് ഓർത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ 0 അല്ലെങ്കിൽ പൈ ആവുന്ന സമയത്ത് സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, സൈൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പൊ ലീനിയർ കേസ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ, എ ക്രോസ് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും സെയിം പ്ലെയിനിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ കോലീനിയർ വെക്ടേഴ്സ് എന്ന് പറയും. കോലീനിയർ വെക്ടേഴ്സിന് കണ്ടീഷൻ എയും ബിയും സെയിം പ്ലെയിനിൽ, അതായത് അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 അതല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ സെയിം ഡയറക്ഷൻ തന്നെ വരികയാണെങ്കിൽ there are collinear vectors. പിന്നെ വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് 2 ഈക്വൽ വെക്ടേഴ്സ്. നമ്മൾ രണ്ട് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ that are equal. I cross I equal to J cross J equal to K cross K. And ഇതിന്റെ കേസിൽ ഐ ക്രോസ് ജെ ഈക്വൽ ടു കെ ആണ്. നമുക്കറിയാം ആ റൊട്ടേഷണൽ ലോ അനുസരിച്ചിട്ട് ഐ ക്രോസ് ജെ ഈക്വൽ ടു കെ, ജെ ക്രോസ് കെ ഈക്വൽ ടു ഐ, കെ ക്രോസ് ഐ ഈക്വൽ ടു ജെ. ആ ഒരു കണ്ടീഷൻ നമുക്ക് അറിയാം.
പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് ജസ്റ്റ് പറഞ്ഞതായിരുന്നു. നമുക്ക് 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അത് തമ്മിലുള്ള റിലേഷൻ തരും. എ ബി സി എന്നുള്ള 2 വെക്ടർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? എ ക്രോസ് ബി ഈക്വൽ ടു സി. അപ്പൊ ഇതിലൊരു വെക്ടറിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സി എന്നുള്ള വെക്ടറിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് സെറ്റിന്. അപ്പോൾ 2 വെക്ടേഴ്സ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 വെക്ടേഴ്സ് തരും. എ ഈക്വൽ ടു 2i പ്ലസ് 3j എന്നുള്ള രീതിയിൽ തരുവാണെങ്കിൽ ബിയും ഇതേപോലെ 3i പ്ലസ് 5k എന്നുള്ള രീതിയിൽ തരും. അപ്പൊ എ ക്രോസ് ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സി എന്ന് പറഞ്ഞ വെക്ടറിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് എന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ പെർപെൻഡിക്കുലർ ആവുന്ന കേസും പാരലൽ ആവുന്ന കേസിലുള്ളത് ചെയ്യാറുണ്ട്. അപ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എയും ബിയും നമ്മൾ പെർപെൻഡിക്കുലർ ആണെന്ന് പറയും. ബിക്കോസ് തീറ്റ എന്ന് പറയുന്നത് അവിടെ 90 ഡിഗ്രി ആണ്. എ ക്രോസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ നമ്മൾ എ ആൻഡ് ബി ബോത്ത് ആർ പാരലൽ. ബിക്കോസ് അതിന്റെ ഇടയിൽ വരുന്ന തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. ഇനി 2 വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി, അല്ലെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്നുണ്ടെങ്കിൽ, 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട് എ ബി, അത് തമ്മിൽ എ ഡോട്ട് ബി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. 0 കിട്ടുന്നില്ലെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ 0 ആണെങ്കിൽ അത് നമുക്ക്, അതായത് എ ആൻഡ് ബി തീറ്റ എന്ന് പറയുന്നത് 90 ആയിരിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഓർത്തോഗണലിന്റെ കേസാണ്. പിന്നെ ഇതൊരു പ്രാവശ്യം നെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇത് സത്യപ്രകാശിന്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഇതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു 2 ഇക്വേഷൻസ് ഓർത്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പോണന്റ് ഓഫ് എ വെക്ടർ എ അലോങ് ആൻഡ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി. അപ്പൊ കമ്പോണന്റ് ഓഫ് വെക്ടർ എ പെർപെൻഡിക്കുലർ, കമ്പോണന്റ് ഓഫ് എ along to vector b എന്ന് പറയുന്നതിന്റെ എക്സ്പ്രഷൻ a dot b b by b square, and component of a perpendicular to the vector b എന്ന് പറയുന്നത് b cross a cross b by b square. ഇതിന്റെ പ്രൂഫ് സത്യപ്രകാശിന്റെ ബുക്കിലുണ്ട്, അല്ലെങ്കിൽ HK ദാസിന്റെ ബുക്ക് ആയാലും അതിൽ ഇതിന്റെ പ്രൂഫ് വരുന്നുണ്ട്. ബട്ട് നമ്മൾ അത് പ്രൂഫ് ഒന്നും നോക്കുന്നില്ല. സെറ്റിന്റെ ലെവലിലേക്ക് നമ്മൾ നോക്കുക അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൂഫ് അതിൽ ആവശ്യമില്ല. അപ്പോ ഈ 2 ടേംസുകൾ ഓർത്ത് വയ്ക്കുക. കമ്പോണന്റ് ഓഫ് വെക്ടർ എ അലോങ് വെക്ടർ ബി എന്ന് പറയുന്നത് ബിയുടെ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ എന്റെ കമ്പോണന്റ്, അതാണ് എ ഡോട്ട് ബി ബൈ ബി സ്ക്വയർ ഇൻറ്റു വെക്ടർ ബി. ആൻഡ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി ആയിക്കാണ് വരുന്നത് ബി ക്രോസ് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ. ഇതൊരു കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, now ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു സെക്കൻഡ്. ഈ വെക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് the coordinates of a 3 vertices of triangles are, then the area of triangle, the coordinates of 3 vertices of triangles are നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഒരു 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാ ചെയ്യണ്ടേ? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യണ്ടേ? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് ഓപ്ഷൻ എ ആണ് ആൻസർ പറയുന്നത്. നോക്കാം. ഞാൻ അതിൽ ഫൈനൽ ആൻസർ എഴുതിയിട്ടില്ല. ഓക്കെ, നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് 3 വെർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ, അത് വേണമെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരച്ച് നോക്കാം. അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് 3 കോർഡിനേറ്റ്സ് എടുക്കുകയാണ്. ഏത് രീതിയിലുള്ള ട്രയാങ്കിൾ ആണ് ഞാൻ നോക്കുന്നില്ല. 0 0 0 1 1 0 -2 1 0. Let it be A, this is B, this is C. A B C. ആ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇതിന്റെ എല്ലാം സെഡ് ആക്സിസ് 0 ആണ്. അത് ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിളില് 2 ഡയമെൻഷനിൽ ആണ്. സോ അതിന്റെ സെഡ് ആക്സിസ് 0 ആണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എടുക്കുന്ന കേസിൽ എ ക്രോസ് ബി, മോഡ് ഓഫ് എ ക്രോസ് ബി ബൈ 2 ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മോഡ് ഓഫ് എ ക്രോസ് ബി ആണ് ഏരിയ ഓഫ് പാരലോഗ്രാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസിൽ അടുത്തുള്ള രണ്ട് ഡിസ്റ്റൻസുകൾ എടുക്കുക. ഇത് എ എന്ന് എടുക്കുക, ഇത് ബി എന്ന് എടുക്കുക. എ ബി. അപ്പോ ആ എ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി മൈനസ് വെക്ടർ എ ഇസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 0 കെ ക്യാപ്. എന്തുകൊണ്ട് അങ്ങനെ വന്നേ? ഇവിടെ 1 മൈനസ് 0 ഐ ക്യാപ് പ്ലസ് 1 മൈനസ് 0 ജെ ക്യാപ് പ്ലസ് 0 മൈനസ് 0 കെ ക്യാപ്. ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു ഏത് രീതിയിൽ എടുക്കാം? നമുക്ക് വെക്ടർ സി മൈനസ് വെക്ടർ എ. ഇവിടെ വെക്ടർ എ 0 0 0 ആയതുകൊണ്ടാണ് നമ്മൾ ആ കമ്പോണന്റ് എടുത്തത്, നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ -2 ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 0 കെ ക്യാപ്. ഈ ഒരു ഫോമിൽ എഴുതാം. അപ്പോൾ എയും ബിയും നമുക്ക് കിട്ടി. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എ ക്രോസ് ബി കാൽക്കുലേറ്റ് ചെയ്യുക. എ ക്രോസ് ബി എന്ന് പറയുന്നത് ഐ ജെ കെ 1 1 0 -2 1 0 is equal to ഐയുടെ ടേം 0 ആയിപ്പോയി, ജെയുടെ ടേം 0 ആയിപ്പോയി. കെ എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് കെ എന്ന് വരാൻ കാരണം എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, എയും ബിയും നിൽക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും എ ക്രോസ് ബി എന്നുള്ളത് ഉണ്ടാവുക. സോ ഇവിടെ കെ എന്നുള്ളതാണ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. ഓക്കെ, സോ കെ 1 k cap 1 minus -2, that is 2, is equal to 3 k cap. A cross B equal to 3 k cap. Then mod A cross B എന്ന് പറയുന്നത് mod of 3 square plus I ക്യാപ്പും J ക്യാപ്പും 0 ആയതുകൊണ്ട് അതിന്റെ ടേംസ് ഒന്നുമില്ല, is 0 എന്ന് കിട്ടും. mod of 3 square എന്ന് പറയുന്നത് 3 ആണ്. ഇതാണ് ഏരിയ ഓഫ് പാരലോഗ്രാം വരുന്നത്. Now, area of a triangle വരുന്നത് mod A cross B by, that is 3/2. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഇതുപോലെ ഒരു പാരലോഗ്രാം ആണ്. അതിന്റെ എ ബി എന്ന് 4 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ 0 0 0 0 1 0 0 1 2 1 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് വിചാരിക്കുക.
ജസ്റ്റ് അസ്യൂം ചെയ്യുക 110 അങ്ങനെ കുറച്ച് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കോർഡിനേറ്റ്സിന്റെ കേസിലുള്ള ഇത് നമ്മളോട് ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെയും എയും ബിയും നമ്മൾ എടുക്കുക, എ ക്രോസ് ബി ചെയ്യുക, അതിന്റെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഏരിയ ഓഫ് പാരലലോഗ്രാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അത് എ ക്രോസ് ബി ബൈ 2 ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഇത് കഴിഞ്ഞ റിവിഷനിൽ ചെയ്തതാ തോന്നുന്നു. മാത്തമാറ്റിക്കലിന്റെയോ? അതെ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ എവിടെയോ ചെയ്ത പോലെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോട്ട് തന്നതാണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ചെയ്തതാണോ നാദിയ? ഇത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു മാം. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ. Given a vector, then the unit vector in the direction of A is. ഈ രീതിയിൽ പല പ്രാവശ്യമായിട്ട് സെറ്റിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ വെക്ടർ തന്നിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യും. ഇതേപോലെ വേറെ ചോദിക്കുന്നതാണ്. നമുക്കൊരു സർഫസിന്റെ ഇക്വേഷൻ തരും. ആ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രേഡ് സൈ ആണ് നമ്മുടെ സർഫസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് സൈ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെക്ടർ ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മോഡ് ഓഫ് ഗ്രേഡ് സൈ. നമുക്ക് നോക്കാം. അത് പ്രോബ്ലം വരുമ്പോൾ ഞാനത് പറയാം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ എ തന്നിട്ടുണ്ട്. then the unit vector in the direction of A. Yes, good. എന്ത് വരും? ഓപ്ഷൻ ഡി ആണോ മാം? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ വെക്ടർ ഇവിടെ മോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. മോഡ് എന്ന് പറയുമ്പോൾ 3i cap plus 4j cap plus 2k cap divided by 3 square plus 4 square plus 4 square, so 16 square plus 4 square, which is equal to 1 by root of, ഇവിടെ മുകളിൽ ഈ ടേം തന്നെ ഉണ്ട്, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 29. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ഇതെല്ലാം സെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എ ഈക്വൽ ടു ആൻഡ് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. then the angle between two vectors, a equal to and a equal to root 3 by 2 I cap plus half j cap, b equal to I cap by 2 plus root 3 by 2 j cap. Then the angle between the two vectors is, angle between two vectors
ഇതേപോലെ ആംഗിൾ ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അതായത് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാം. ബിക്കോസ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, പക്ഷെ അവിടെ ഡയറക്ഷനും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യാനുണ്ട്. എ ക്രോസ് ബി സൈൻ തീറ്റ, എ ക്രോസ് ബി ഈക്വൽ ടു മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ് എന്ന് പറഞ്ഞതിന്റെ ഡയറക്ഷനും കൂടെ വരുന്നുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ആംഗിൾ കാണാൻ പറയുമ്പോൾ കോസ് തീറ്റ ഉപയോഗിച്ചിട്ടുള്ളത് ചെയ്യാം. എന്തായിരിക്കും വരിക ചെയ്ത് നോക്കിയേ. ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക എന്നുള്ളതൊന്ന് ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ എ ഡോട്ട് ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഈ തീറ്റയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ എ ഡോട്ട് ബി എന്ത് വരും? √3/2 ഇൻറ്റു 1/2 ഐ ഡോട്ട് ഐ 1 ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു √3/2 ഈക്വൽ ടു മോഡ് എ എന്ന് പറയുന്നത് √3/4 പ്ലസ് 1/4 ഇൻറ്റു മോഡ് ബി 1/4 പ്ലസ് 3/4 കോസ് now is equal to √3/4 plus √3/4 equal to 3 plus 1/4. 3 plus 1 എന്ന് പറയുന്നത് 4 ആണ്. 4/4 1 ആണ്. So cos theta. That is √3/2 equal to cos theta. Then theta equal to cos inverse of √3/2. Cos inverse of √3/2 എന്താണ് വരിക? 5/6. ഇത് 5/6 എന്ന് പറയുന്നത് 180/5 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 30 cos 30. So തീറ്റ എന്ന് പറയുന്നത് 30 അല്ലെങ്കിൽ 5/, ഇതൊക്കെയാണോ? മാം ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. ഓക്കെ മാം. ഒരു സെക്കൻഡ്. ഇനി ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് പോവാം. സെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന എന്റെ വീഡിയോ ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. എന്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നതാണ്.
കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡൻസിന് അറിയാം, കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സുകളാണ് ഇതൊക്കെ, പ്രോബ്ലംസ് ആണിത്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. Now, if A is any vector and I, J and K are the unit vectors along the respective axis, then the expression A cross I whole square mod A cross I whole square plus mod A cross J whole square plus mod A cross K whole square is equal to. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള, നമ്മൾ അസ്യൂം ചെയ്യാണ് എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എ ഐ ക്യാപ് പ്ലസ് എ ജെ ക്യാപ് പ്ലസ് എ ക്യാപ്, അതായത് എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ സെഡ് കെ ക്യാപ് ആണെന്ന് വിചാരിക്കുക. ദെൻ എ ക്രോസ് ഐ എന്താണ് വരിക? എ ക്രോസ് ഐ നമ്മൾ ചെയ്ത് നോക്കുക. എ ക്രോസ് ഐ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ ക്രോസ് ഐ, എ എന്ന് പറയുന്നതിൽ ഐ ജെ കെ ഉണ്ട്, അത് ക്രോസ് ഐ എന്ന് പറയുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് കിട്ടുക. അപ്പോൾ എ ക്രോസ് ഐ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കെയുടെയും ജെയുടെയും ടേമിലുള്ള ഒരു പ്ലെയിനുകളാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് മൈനസ് എ വൈ കെ ക്യാപ് പ്ലസ് എ സെഡ് ജെ ക്യാപ്. ആൻഡ് അതിന്റെ മോഡുലസ് എടുത്ത് നോക്കുക, ദാറ്റ് ഈസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. മൈനസ് ഒക്കെ അതിന്റെ മോഡ് എടുക്കുമ്പോൾ പോകും. മോഡ് ഓഫ് എ ക്രോസ് ഐ എന്ന് പറയുന്നത് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ആണ്. ഇതേപോലെ എ ക്രോസ് കെ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. ഇവിടെ ഏത് ടേം ആയിട്ടുമാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്? അതല്ലാത്ത രണ്ട് ടേമുകൾ. അപ്പോൾ ഇവിടെ കെ വരികയാണെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചെയ്യും. ഇനി എ ക്രോസ് ജെ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എ എക്സ് സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം അവിടെ ഉണ്ടാവില്ല, ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എ ക്രോസ് ഐ സ്ക്വയർ പ്ലസ് എ ക്രോസ് ജെ സ്ക്വയർ പ്ലസ് എ ക്രോസ് കെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ we will get 2a സ്ക്വയർ. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ, എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ, എ എക്സ് സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ, എല്ലാ ടേമുകളും രണ്ടു വട്ടം വരുന്നുണ്ട്. സോ അവിടെ ആൻസർ വരുന്നത് 2a സ്ക്വയർ. എ എന്ന് പറയുന്നത് എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ സെഡ് കെ ക്യാപ് ആണെങ്കിൽ എ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ എന്തായിരിക്കും? എ സ്ക്വയർ എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ എന്നുള്ള രീതിയിലായിരിക്കും. സോ ഇവിടെ ആൻസർ വരുന്നത് 2a സ്ക്വയർ. ഇത് സെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫസ്റ്റ് ടേം മാത്രം നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. എ ക്രോസ് ഐ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ മോഡ് സ്ക്വയർ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. അതിന്ന് ബാക്കിയുള്ളതൊന്നും പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റു രണ്ട് ഇക്വേഷൻസ് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വിത്തിൻ 2 minutes നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെയാണോ? നിങ്ങൾ നോട്ട് ഞാൻ തരാം, അതല്ലെങ്കിൽ ഈ ക്ലാസ്സിന്റെ റെക്കോർഡഡ് സെക്ഷൻ ഞാൻ വേറെ തരാം, സെപ്പറേറ്റ് തരാം. ഇത് വെക്ടേഴ്സിന്റെ ഈ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ ബാച്ചിന് ചെയ്തു കൊടുത്ത റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ ഗുഡ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിയും ക്യൂവും തന്നിട്ട് പിന്നെ ആർ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആറിന്റെ പോസിബിൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. Given that R is perpendicular to both P and Q. R is perpendicular to P and Q. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ ചെയ്യേണ്ടത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ബിക്കോസ് പിയും ക്യൂവും നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ പി ക്രോസ് ക്യൂ എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്ന പ്ലെയിൻ ആണ്. സോ ആർ ഈസ് പെർപെൻഡിക്കുലർ ടു പി ആൻഡ് ക്യൂ എന്ന് പറയുകയാണെങ്കിൽ വിച്ച് among the following is possible representation of R? പോസിബിൾ റെപ്രസെന്റേഷൻ ഓഫ് ആറിൽ പെടുന്നത് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പെർപെൻഡിക്കുലർ ഉള്ള പ്ലെയിൻ എന്ന് പറയുമ്പോൾ പി എന്നുള്ള പ്ലെയിനും പിയും ക്യൂവും നിൽക്കുന്ന പ്ലെയിൻ ജസ്റ്റ് ഇതാണെന്ന് അസ്യൂം ചെയ്യുക. ഇതാണ് പി ആൻഡ് ക്യൂ നിൽക്കുന്ന പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ പെർപെൻഡിക്കുലർ പ്ലെയിൻ എങ്ങനെ വരും? ഇതിന് അപ്വാർഡ് ഡയറക്ഷനിൽ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ
ഡൗൺവേർഡ് ഡയറക്ഷനിലും വരാൻ ചാൻസ് ഉണ്ട്. അതായത് മൈനസ് എ ക്രോസ് ബി അല്ലെങ്കിൽ മൈനസ് ഓഫ് പി ക്രോസ് ക്യൂ പോസിബിൾ ആണ്, പി ക്രോസ് ക്യൂവും പോസിബിൾ ആണ്. ബിക്കോസ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസ് എൻ ക്യാപ്പ് എന്നുള്ള പ്ലെയിൻ ആവാം, അതല്ലെങ്കിൽ എൻ ക്യാപ്പ് എന്നുള്ള പ്ലെയിൻ ആവാം. ഒന്നുകൂടെ പറയാം, ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ആർ ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് പി ആൻഡ് ക്യൂ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പി ഈക്വൽ ടു 2i ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് മൈനസ് 4k ക്യാപ്പ് ആൻഡ് ക്യൂ ഈക്വൽ ടു 3i ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് മൈനസ് k ക്യാപ്പ്. അങ്ങനെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറിന് പോസിബിൾ ആയിട്ടുള്ള വെക്ടർ ആണ്. അപ്പൊ ആറിന് പോസിബിൾ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് മോഡ് പി ക്രോസ് ക്യൂ ആവാം, അതല്ലെങ്കിൽ മൈനസ് ഓഫ് മോഡ് പി ക്രോസ് ക്യൂ ആവാം. ബിക്കോസ് നമ്മൾ എടുക്കുന്ന പ്ലെയിനിന് അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷനിലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ പോസിബിൾ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അപ്വേർഡിലും വരാം, ഡൗൺവേർഡിലും വരാം. സോ പി ക്രോസ് ക്യൂ എന്നുള്ള ആൻസർ വരാം, അതല്ലെങ്കിൽ മൈനസ് ഓഫ് പി ക്രോസ് ക്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ആൻസർ വരാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, പി ക്രോസ് ക്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ പി ക്രോസ് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ജെ കെ 2 മൈനസ് 1 4 3 മൈനസ് 1 മൈനസ് 1 ഇതിന്റെ മോഡുലസ് എടുത്തു. മോഡുലസ് എടുത്ത് എനിക്ക് കഴിഞ്ഞപ്പോൾ കിട്ടിയത് മൈനസ് ഓഫ് 3i മൈനസ് 10j പ്ലസ് k എന്നുള്ള ആൻസർ ആണ് അവിടെ കിട്ടിയത്. ഇനി ഇതിവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ രണ്ട് ഈ ഓപ്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ പി ക്രോസ് ക്യൂ എന്നുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. പക്ഷെ എന്ത് പോസിബിൾ ആണ്, മൈനസ് എൻ ക്യാപ്പ് എന്നുള്ള കേസ് പോസിബിൾ ആയതുകൊണ്ട് ഇതൊരു മൈനസ് എല്ലാത്തിനും കോമൺ ആക്കി എടുത്തു. മൈനസ് കോമൺ ആയി എടുത്തപ്പോൾ 3i പ്ലസ് 10j മൈനസ് k ക്യാപ്പ് എന്ന് കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ എയിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനില് ഇതുപോലെ പിയും ക്യൂവും തന്നിട്ട് പി ക്രോസ് ക്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പെർപെൻഡിക്കുലർ കേസാണ് നമ്മൾ കാണുന്നത് പറയുന്നതെങ്കിൽ അവിടെ പി ക്രോസ് ക്യൂ ചെയ്യുക. പി ക്രോസ് ക്യൂ എന്ന് പറയുമ്പോൾ അവിടെ പ്ലസ് 3 പ്ലസ് പി ക്രോസ് ക്യൂ വരാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് പി ക്രോസ് ക്യൂ. ഈ രണ്ട് ഓപ്ഷൻസും പോസിബിൾ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? Yes, okay, good. Now, സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. അതിൽ ആൻസർ അതിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. Now, സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി ക്രോസ് സി അല്ലെങ്കിൽ എ ക്രോസ് ബി ഡോട്ട് സി, ഇതിനെയാണ് നമ്മൾ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എ ഡോട്ട് ബി ക്രോസ് സി എന്നുള്ളത് ഈ ഒരു രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എ ബി സി എന്ന് എഴുതിയിട്ട് കോമ ഒന്നും വെച്ച് സെപ്പറേറ്റ് ചെയ്യല്ല, ജസ്റ്റ് എ ബി സി എന്ന് എഴുതിയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. നൗ എ ഡോട്ട് ബി ക്രോസ് സി ഈക്വൽ ടു മൈനസ് ബി ഡോട്ട് എ ക്രോസ് സി ഈക്വൽ ടു ബി ഡോട്ട് സി ക്രോസ് സി. ഇനി വോളിയം ഓഫ് എ പാരലോഗ്രാം നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 3 ഡയമെൻഷണൽ പാരലോഗ്രാം നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് മോഡ് എ ക്രോസ് ബി ഡോട്ട് സി. മോഡ് എ ക്രോസ് ബി ഡോട്ട് സി അല്ലെങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി ചെയ്യുക. എ ഡോട്ട് ബി ക്രോസ് സി ചെയ്തിട്ട് അതിന്റെ മോഡ് എടുക്കുന്നതിനെയാണ് വോളിയം ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നൗ A1 A2 A3 B1 B2 B3 C1 C2 C3. ഈ എ ക്രോസ് ബി ഡോട്ട് സി അല്ലെങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്നത് ഈ രീതിയിൽ വരുന്ന കാൽക്കുലേഷൻ ആണ്. നമ്മളോട് ബി ക്രോസ് സി ചെയ്തിട്ട് പിന്നെ എയുമായിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന മെത്തേഡ് തന്നെയാണ് നമ്മൾ A1 A2 A3 B1 B2 B3 C1 C2 C3 എടുത്തിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ബോത്ത് ആർ സെയിം, രണ്ടും സെയിം ആണ്. ഇതേപോലെ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഉണ്ട്. വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി വെക്ടേഴ്സ് ആണ്. എ ക്രോസ് ബി ക്രോസ് സി ആണ് വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൽ വരുന്നത്. അതിന്റെ എക്സ്പ്രഷൻ വരുന്നത് എ ക്രോസ് ബി ക്രോസ് സി ഈക്വൽ ടു എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു സി. അപ്പോൾ എ ക്രോസ് ബി ക്രോസ് സി ഈസ് നോട്ട് ഈക്വൽ ടു
ബി ക്രോസ് സി ക്രോസ് എ. അത് മൈനസ് ഓഫ് ബി ക്രോസ് സി ക്രോസ് എക്കാണ് പ്രൊപ്പോർഷണൽ. ഇത് ക്രോസ് പ്രൊഡക്റ്റ് വരുന്ന നമുക്കറിയാം എ ക്രോസ് ബി is not equal to minus b cross, അല്ലെങ്കിൽ a cross b not equal to b cross a. അത് എന്തിന് ഈക്വൽ ആണ്? മൈനസ് ഓഫ് ബി ക്രോസ് എക്ക് ഈക്വൽ ആണ്. അതേപോലെ തന്നെയാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റിന്റെ കേസിലും അത് ഒബേ ചെയ്യുന്ന എക്സ്പ്രഷൻ. പിന്നെ ഇത്രയും ഭാഗങ്ങളാണ് വെക്ടേഴ്സിന്റെ ബേസിക് ലെവലിൽ വരുന്നത്. അതിനുശേഷം പോകുന്നത് ഗ്രേഡിയന്റിന്റെ പാർട്ടാണ്. ഗ്രേഡിയന്റ്, ഡൈവേർജൻസ്, അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണെങ്കിൽ ഡെൽറ്റ അല്ലെങ്കിൽ ഗ്രേഡ് ഫൈ എന്ന് പറയുന്നത് ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് കെ ക്യാപ്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഓഫ് പ്ലെയിൻ. നമ്മൾ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് 2x പ്ലസ് 4y plus 3z equal to 0. ഇതൊരു ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ആണ്. ആ ഇക്വേഷൻ ഓഫ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടേം ആണ്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഓഫ് പ്ലെയിനെ നമ്മൾ വെക്ടറിലേക്ക് മാറ്റുകയാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഗ്രേഡ് ഫൈ എന്ന് പറയുന്നത്. സോ ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയന്റ് ഈസ് നോർമൽ ടു ദ ലെവൽ ഓഫ് ദി സർഫസ്. നമ്മൾ എടുക്കുന്ന സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് ഫൈ ഡോട്ട് എ ക്യാപ്. ഏത് ഡയറക്ഷനിലാണോ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ആ ഡയറക്ഷൻ ഓഫ് അതിനെയാണ് നമ്മൾ എ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രേഡ് ഫൈ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഇക്വേഷന്റെ ആ ഇക്വേഷൻ ഓഫ് പ്ലെയിന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഗ്രേഡിയന്റ് കേസ് നമുക്ക് കിട്ടുന്നത് ഫൈ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ഇക്വേഷൻ ആയിരിക്കും. ഗ്രേഡ് ഫൈ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെക്റ്റർ കമ്പോണന്റ് ആയി മാറി. ആ വെക്റ്റർ കമ്പോണന്റ് നമ്മൾ എടുക്കുന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഗ്രേഡ് ഫൈ ഡോട്ട് എ. അവിടെ നമുക്ക് കമ്പോണന്റ് ഓഫ് ഗ്രേഡ് ഫൈ ഇൻ ഡയറക്ഷൻ ഓഫ് എ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വഴി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എപ്പോഴും ചോദിക്കാറുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 11 അറ്റ് 4, 2, 3 എന്ന് പറഞ്ഞ പോയിന്റിൽ. അവിടുത്തെ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ നമുക്കൊരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഒരു സർഫസിന്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനാദ്യം വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് യൂണിറ്റ് വെക്ടർ ആണ് കാണുന്നത്. ഫസ്റ്റ് നമ്മൾ അതിനെ വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. വെക്ടർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഗ്രേഡ് ഫൈ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ കെ ക്യാപ് ഡോട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ആ ഇക്വേഷൻ എഴുതും. ആ ഒരു എക്സ്പ്രഷൻ ഈ 11 എന്നുള്ളത് അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ബിക്കോസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 11 ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് അവിടെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ആ 11ന്റെ കേസിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0. എന്നിട്ട് എന്ത് വരും? 2x i ക്യാപ് പ്ലസ് 2y j ക്യാപ് പ്ലസ് 2z k ക്യാപ് എന്ന് വരും. ഇനി ഈ 4, 2, 3 എന്നുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിലുള്ള ഗ്രേഡ് ഫൈയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അതിന് ഗ്രേഡ് ഫൈയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഗ്രേഡ് ഫൈ ആണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അറ്റ് ദ പോയിന്റ് 4, 2, 3 എന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 8 i ക്യാപ് പ്ലസ് 4 j ക്യാപ് പ്ലസ് 6 k ക്യാപ് ആണ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഗ്രേഡ് ഫൈ ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് ഗ്രേഡ് ഫൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് 4 i ക്യാപ് പ്ലസ് 2 j ക്യാപ് പ്ലസ് 3 k ക്യാപ് ഡിവൈഡഡ് ബൈ അതിന്റെ മോഡ് ഓഫ് ഗ്രേഡ് ഫൈ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 29. ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ കാണും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് വെക്ടർ ആണോ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ചുള്ള ആൻസർ ചെയ്യുക. ഇനി ഇവിടെ ഇതേപോലെ രണ്ട് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 5(1) എന്നുള്ള എക്സ്പ്രഷനും 5(2) എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇത് രണ്ട് പ്ലെയിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന രണ്ട് പ്ലെയിന്റെ കേസിലും വരുന്ന അതിന്റെ രണ്ട് പ്ലെയിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ കാണാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 9 എന്നൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് ഈക്വൽ ടു 3 എന്നുള്ള ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ രണ്ട് എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അറ്റ് 2 മൈനസ് 1 2 എന്നുള്ള പോയിന്റിൽ അതിന്റെ ആംഗിൾ, ആ രണ്ട് പ്ലെയിനുകൾ തമ്മിൽ എത്ര ആംഗിളിലാണ് ഡിഫറൻസ് ഉള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ ഇങ്ങനെ കാണാൻ പറയുന്ന കേസിൽ ഫസ്റ്റ് നമ്മൾ ഈ എപ്പോഴും നമുക്കൊരു സ്കേലാർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വെക്ടർ ആക്കണം. വെക്ടർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സ്കേലാറിനെ വെക്ടർ ആക്കാനാണ് ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഗ്രേഡ് φ1 കാൽക്കുലേറ്റ് ചെയ്യുക, ഗ്രേഡ് φ2 കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമുക്ക് തന്നിട്ടുള്ള പോയിന്റിൽ 2 മൈനസ് 1 2 എന്നുള്ള പോയിന്റിൽ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. ഗ്രേഡ് φ1 ഡോട്ട് ഗ്രേഡ് φ2 ഈക്വൽ ടു മോഡ് ഗ്രേഡ് φ1 മോഡ് ഗ്രേഡ് φ2 കോസ് തീറ്റ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഇതിന്റെ ആ രണ്ട് ഇക്വേഷൻ ഓഫ് പ്ലെയിനിന് അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ നമുക്കിവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4/3√2 ഒന്നുകൂടെ പറയാം. നമുക്ക് രണ്ട് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ആണ് തന്നിട്ടുള്ളത്. അത് φ1 φ2 എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതിനെ വെക്ടർ ആക്കി കൺവേർട്ട് ചെയ്യണം. വെക്ടർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേഡിയന്റ് യൂസ് ചെയ്യാം. ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ഗ്രേഡിയന്റ് φ1 ഗ്രേഡിയന്റ് φ2. ഗ്രേഡിയന്റ് നമ്മൾ യൂസ് ചെയ്യുക. ഗ്രേഡിയന്റ് φ1 ഡോട്ട് ഗ്രേഡിയന്റ് φ2 എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മോഡ് φ1 മോഡ് ഗ്രേഡിയന്റ് φ1 ഇൻറ്റു മോഡ് ഗ്രേഡിയന്റ് φ2 ഈക്വൽ ടു കോസ് ഇൻറ്റു കോസ് തീറ്റ. ആംഗിൾ കോസ് തീറ്റ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ കേസിൽ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയന്റ് φ1 എന്ത് വരും? 2xi പ്ലസ് 2yj പ്ലസ് 2zk. ഇനി ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 മൈനസ് 1 2. ആ ഒരു എക്സിന് 2 വൈക്ക് മൈനസ് 1 സെഡിന് 2 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡ് φ1 കിട്ടി. ഇതേപോലെ φ2 എന്നുള്ള എക്സ്പ്രഷൻ കിട്ടി. അവിടെയും നമ്മൾ ഗ്രേഡ് φ2 കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് 2 മൈനസ് 1 2 എന്നുള്ള പോയിന്റിൽ ഗ്രേഡ് φ2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. 2 മൈനസ് 1 2. ഓക്കെ, ഇനി ഗ്രേഡ് φ1 ഡോട്ട് ഗ്രേഡ് φ2 കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന്റെ ജസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് പോലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get the answer. 8/321. 8 അല്ല കേട്ടോ, ഇവിടെ ഞാനിവിടെ -2 ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഗ്രേഡ് φ2ന്റെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ആൻസർ തെറ്റ് വന്നത്. മൈനസ് അവിടെ ഇവിടെ ഒരു -2 ആഡ് ചെയ്യാനുണ്ട് നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി ഡൈവേർജൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു വെക്ടറിനെ സ്കേലാർ ആക്കി കൺവേർട്ട് ചെയ്യാൻ ആണ് നമ്മൾ ഡൈവേർജൻസ് യൂസ് ചെയ്യുക. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്ടർ നമ്മുടെ കയ്യിലുണ്ട്. അതിനെ നമ്മൾ സ്കേലാർ ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഡെൽ ഡോട്ട് എ നമ്മൾ ചെയ്യുക. ഡെൽ ഡോട്ട് എ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സ്കേലാർ ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ഒരു ഡൈവേർജൻസ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ഒരു സ്കേലാർ ആയിട്ടാണ് മാറുക. ഇതേപോലെ കേൾ ഡൈവേർജൻസിന്റെ പ്രത്യേകത എന്താണ്? ഡൈവേർജൻസിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? അതൊരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവുക. നമ്മുടെ കയ്യിലൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം അത് ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതിനെയാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൈവേർജൻസ് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമ്മൾ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ് ഗോസ് ലോന്റെ കേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നുള്ള എക്സ്പ്രഷൻ അവിടെ വരാൻ കാരണം ഡെൽ ഡോട്ട് അത് ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എന്നാണെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ എന്താണ്? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 വരാൻ കാരണം എന്താ? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ ഒരിക്കലും അത് ഡൈവേർജ് ചെയ്ത് പോവല്ല ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ ലൈൻസ് എപ്പോഴും ക്ലോസ്ഡ് ആണ്.
മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആൻഡ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഡെൽ ക്രോസ് ഇ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്ലോസ്ഡ് അല്ല, അതിങ്ങനെ ഡൈവേർജ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകും. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ആണ്, കേൾ ചെയ്തിട്ടാണ് അതിന്റെ ലൈൻസ് പോവുക. അപ്പൊ ഡെൽ ക്രോസ് എ എങ്കിൽ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആൻഡ് ഡെൽ ക്രോസ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽ ഡോട്ട് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ. ഇതിന്റെയൊക്കെ ഫിസിക്കൽ മീനിങ് ഇതിന്റെ കേസിലാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ HSST ഒക്കെ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ HSC ഒക്കെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഇതിന്റെ ഫിസിക്കൽ മീനിങ്ങുകൾ ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്നത് കോളേജിന്റെ ആണെങ്കിൽ പോലും മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്താണ് എന്ന് ചോദിക്കും. ഒരു ബേസിക് മാക്സ്വെൽസ് ഇക്വേഷൻസ് എഴുതാൻ പറയും. എന്നിട്ട് ഈ ഒരു കൺസെപ്റ്റുകൾ ചോദിക്കുന്നതാണ്. അതായത് ഡെൽ ക്രോസ് ഇ, ഡെൽ ക്രോസ് ഇ, ഈ ഒരു ബേസിക് ലെവലിലുള്ള കൺസെപ്റ്റുകൾ അവിടെ ചോദിക്കാറുണ്ട്. ഇപ്പൊ കേൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെയൊക്കെ ഫിസിക്കൽ മീനിങ് ചോദിക്കാറുണ്ട്. എപ്പോഴും ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ടീച്ചേഴ്സ് ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ പോലും അവിടെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ ചെയ്യുക. ഇലക്ട്രോമാഗ്നറ്റിക് കേസിൽ മാക്സ്വെൽസ് ഇക്വേഷൻ ചോദിക്കും. അതിന്റെ കേസിൽ വരുന്ന ഓരോന്നിന്റെ കേസിലുള്ള ഫിസിക്കൽ മീനിങ്ങുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെൽ ഡോട്ട് ബി 0 ആവാൻ കാരണം അവിടെ ഡൈവേർജ് ചെയ്ത് പോകുന്നില്ല. ഡെൽ ക്രോസ് ബി എന്ന് പറയുന്നത് 0 അല്ല, ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും കേൾ ചെയ്തിട്ടാണ് പോവുക. അതുകൊണ്ടാണ് ഡെൽ ക്രോസ് ബി അവിടെ 0 ആവാറ്. പിന്നെ എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ള ഒരു കേസാണ് ഇറൊട്ടേഷണൽ ആയത് ഏതാണ്, സോളിനോയിഡൽ ആയത് ഏതാണെന്നുള്ള കേസ്. ഡെൽ ക്രോസ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നമ്മൾ ഇറൊട്ടേഷണൽ എന്ന് പറയും. ഇത് കേള് 0 ആണ്. കേള് 0 ആയി കഴിഞ്ഞാൽ അവിടെ കേള് നടക്കണില്ല എന്ന് ഉദ്ദേശിച്ചു. സോ ദെർ ആർ ഇറൊട്ടേഷണൽ. ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഈസ് സോളിനോയിഡൽ. ഇനി ഡെൽ ഡോട്ട് വി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമ്മുടെ സോഴ്സ് ആണത്. ഡെൽ ഡോട്ട് ബി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മുടെ സിങ്ക് എന്ന് പറയും. അപ്പോൾ ഡെൽ ക്രോസ് എ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറൊട്ടേഷണൽ. ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഈസ് സോളിനോയിഡൽ. ഡെൽ ഡോട്ട് വി ഈക്വൽ ടു പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് സോഴ്സ്. ഡെൽ ഡോട്ട് വി ഈക്വൽ ടു നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് സിങ്ക്. പിന്നെ വരുന്ന എക്സ്പ്രഷൻ, ഈ ഒരു കേസിൽ വരുന്ന എക്സ്പ്രഷൻ ഡെൽ ക്രോസ് എ ഈക്വൽ ടു അതിന്റെ എക്സ്പ്രഷൻ ആൻഡ് ഡെൽ ഡോട്ട് എ ക്രോസ് ബി. അത് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിന് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഡെൽ ക്രോസ് സി, അതേപോലെ ഡെൽ ഡോട്ട് എ ക്രോസ് ബി, അതിന്റെ രണ്ടിന്റെയും എക്സ്പ്രഷൻ. പിന്നെ ഡെൽ ക്രോസ് വി എന്ന് പറയുന്നത് ഓൾവേസ്, ഡെൽ ക്രോസ് ഗ്രേഡിയന്റ് വി എന്ന് പറയുന്നത് ഓൾവേസ് 0 ആണ്. ഡെൽ ക്രോസ് ഗ്രേഡിയന്റ് വി എന്ന് പറയുന്നത് ഓൾവേസ് 0 ആണ്. അതേപോലെ ഡെൽ ക്രോസ് എ, ഡൈവേർജൻസ് ഓഫ് എ കേൾ എന്ന് പറയുന്നത് 0 ആണ്. കേൾ ഓഫ് എ കേൾ ഈസ് നോട്ട് 0. കേൾ ഓഫ് എ കേൾ എന്ന് പറയുന്നത് എന്തായി, ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ. ഗ്രേഡിയന്റ് ഓഫ് ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെൽ ക്രോസ് എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ ഡെൽ ക്രോസ് വി എന്ന് പറയുന്നതും 0 ആണ്. ഇറ്റ്സ് ഓൾവേസ് 0. ആ രണ്ട് കൺസെപ്റ്റുകൾ ഓർത്ത് വെക്കും. ഇനി ഇത്രയും കൺസെപ്റ്റ് ആണ് വെക്ടേഴ്സിൽ വരുന്നത്. പിന്നെ വെക്ടേഴ്സിന്റെ കർവ്ലിനിയർ കോർഡിനേറ്റ്സിൽ വരുന്ന കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്തുതരാം. അത് ഷെറിൻ മിസ് ആയിരുന്നു കഴിഞ്ഞ ബാച്ചിൽ അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നേ, ഇലക്ട്രോഡൈനാമിക്സിന്റെ പോർഷനിൽ. അപ്പോൾ അതിന്റെ ക്ലാസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തുതരാം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ലാസ്സുകൾ. പിന്നെ കോംപ്ലക്സ് അനാലിസിസ് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. സെറ്റിന്റെ കേസിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ഇതുവരെ വെക്ടേഴ്സിന്റെ കേസിൽ പറഞ്ഞതൊക്കെ ഓക്കെ ആണോ? അതോ നിങ്ങൾക്കിത് സ്പീഡായി പറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ?
ഓക്കെ ആണ്. ഓക്കെ ഫൈൻ. ഇതിന്റെ ക്ലാസ് ഈ നോട്ട്സ് തരാം, അതേപോലെ കഴിഞ്ഞ ബാച്ചിന്റെ സെറ്റിന് എടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സുകളും തരാം, നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇനി നിൽക്കട്ടെ, കോംപ്ലക്സിന് മുന്നേ നമുക്ക് മെട്രിക്സിന്റെ കേസ് നോക്കാം. കാരണം മെട്രിക്സ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറെ പേര് ചോദിക്കാറുള്ള മെട്രിക്സ്. അതാദ്യം നോക്കാം. സെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദ ഡിറ്റർമിനന്റ് ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. അപ്പൊ ശ്രദ്ധിക്കുക, ഓർത്തോഗണൽ മെട്രിക്സിന്റെ കേസിൽ എപ്പോഴും ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആവുന്ന മെട്രിക്സുകളാണ്. അതിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും പ്ലസ് ഓർ മൈനസ് 1 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1. അത് ഓർത്ത് വെക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെർമീഷ്യൻ. അപ്പൊ ഹെർമീഷ്യൻ മെട്രിക്സ് ആണ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം? എ ടാഗർ ഈക്വൽ ടു എ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് അത് ഹെർമീഷ്യൻ മെട്രിക്സ് നമുക്ക് പറയാൻ പറ്റും. എ ടാഗർ ഈക്വൽ ടു എ എന്നുള്ളത് ഈ 4 മെട്രിക്സിന്റെ കേസിൽ നമ്മൾ ചെയ്ത് നോക്കുന്നതിനേക്കാളും നമുക്ക് ഇതിൽ 2 ഓപ്ഷൻസ് ഓൾറെഡി ഫസ്റ്റ് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഹെർമീഷ്യൻ മെട്രിക്സിന്റെ കേസിൽ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും റിയൽ ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് 0 അല്ലെങ്കിൽ റിയൽ ആയിരിക്കും. നോൺ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ കേസിൽ ഡയഗണൽസ് 0 അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി ആയിരിക്കും. ഇവിടെ പറയാം, ഹെർമീഷ്യൻ മെട്രിക്സിന്റെ കേസിൽ ഡയഗണൽ എന്ന് പറയുന്നത് എപ്പോഴും റിയൽ ആയിരിക്കും. അതേപോലെ തന്നെ നോൺ ഹെർമീഷ്യൻ അല്ലെങ്കിൽ ആന്റി ഹെർമീഷ്യൻ അല്ലെങ്കിൽ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ കേസിൽ ഡയഗണൽസ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി ആയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കേസിൽ ഹെർമീഷ്യൻ മെട്രിക്സ് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹെർമീഷ്യൻ മെട്രിക്സ് ചോദിക്കുമ്പോൾ ഡയഗണൽസ് ആദ്യം റിയൽ ആണെന്നുള്ളത് എല്ലാത്തിന്റെയും കേസിൽ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ സിയുടെ കേസിലും ഓപ്ഷൻ ഡിയുടെ കേസിലും എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ഇമാജിനറി ടേംസ് ആണ്. അപ്പൊ ഈ 2 ടേം ഇത് നമുക്ക് ഒഴിവാക്കാം. അത് രണ്ടും പിന്നെ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഉണ്ട്. രണ്ടിന്റെ കേസിലും എ ട്രാൻസ്പോസ് എടുക്കുക, അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ എയുടെ കേസിൽ എ എന്ന് പറയുന്നത് 0 I 0. അതിന്റെ എ ട്രാൻസ്പോസ് കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്ത് നോക്കി, 0 - I 0. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എ. അപ്പോൾ എ ട്രാൻസ്പോസ് എങ്കിൽ എ ടാഗ് എന്ന് പറയുമ്പോൾ എ ട്രാൻസ്പോസ് അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു എ എന്നുള്ള ഒരു കേസാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് എന്തല്ല? ഹെർമീഷ്യൻ മെട്രിക്സ് അല്ല. ഇതൊരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. ബിക്കോസ് എ ടാഗർ ഈക്വൽ ടു -a ആണ് വരുന്നത്. സോ അതൊരു സ്ക്യൂ ഹെർമീഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഹെർമീഷ്യൻ മെട്രിക്സ് ഏതാന്നുള്ളത്. അപ്പൊ ബിയുടെ കേസിൽ ചെയ്ത് നോക്കി. പിന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ബിയുടെ കേസിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ടൈം ഒന്നും ഇല്ലെങ്കിൽ എ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബി എഴുതുക. അപ്പോൾ സിയും ഡിയും അല്ല എന്നുള്ളത് നമുക്ക് കൺഫേംഡ് ആണ്. ബിക്കോസ് അതിന്റെ ഡയഗണൽ എലമെന്റ്സ് റിയൽ അല്ല. അപ്പോൾ ബിയുടെ കേസിൽ ബി ട്രാൻസ്പോസ് എടുത്തു, അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ബി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഹെർമീഷ്യൻ മെട്രിക്സ് നോക്കുന്നത്. ഇതേപോലെ സ്ക്യൂ ഹെർമീഷ്യൻ അല്ലെങ്കിൽ ആന്റി ഹെർമീഷ്യൻ മെട്രിക്സ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് 0 ആവണം അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി ആയിരിക്കണം. പ്യുവർ ഇമാജിനറി ഉദ്ദേശിച്ചത് I 2I പ്ലസ് ഓർ മൈനസ് I പ്ലസ് ഓർ മൈനസ് 2I പ്ലസ് ഓർ മൈനസ് 3I പോലെയുള്ള ടേംസ് ആയിരിക്കണം. 1 + I 1 - I പോലെയുള്ള ടേംസ് ആയിരിക്കില്ല. അങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക, ചെക്ക് ചെയ്യാം. പിന്നെ ഐഗൻ വാല്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐഗൻ വാല്യൂസ് ഓഫ് എ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത് ആൾവേസ് റിയൽ വാല്യൂ ആണ്. ആൻഡ് ഫോർ എ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് 0 അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി. ആ രീതിയിലാണ് പിന്നെ ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇത് സെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A is an n/n matrix. If determinant A denotes its determinant, then what is minus determinant A? Determinant of minus A. n/n മെട്രിക്സിന്റെ കേസിൽ ഡിറ്റർമിനന്റ് ഓഫ് -a ആണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കാം ഓരോ കേസിലും. അപ്പൊ എ എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് എടുക്കുക, 3/3 മെട്രിക്സ് എടുക്കുക, 4/4 മെട്രിക്സ് എടുക്കുക, അങ്ങനെ ഓരോ കേസിലും നമുക്ക് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ഓർത്ത് വെക്കുക. എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ അത് -n⁻n ഡിറ്റർമിനന്റ് എ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് -a എന്ന് പറയുന്നത് അത് ആ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല. സോ -1/n എന്നുള്ളതാണ് ഡിറ്റർമിനന്റ് ഓഫ് -a എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ ഇങ്ങനെ ചെയ്തു നോക്കാൻ നിൽക്കണം. ഇത് വേറെ രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ അടുത്ത എക്സാമിന് ചോദിക്കുക? ജസ്റ്റ് ഒരു 2/2 മെട്രിക്സ് തരും, അതിന്റെ ഡിറ്റർമിനന്റ് അതേപോലെ ഡിറ്റർമിനന്റ് ഓഫ് -a ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് a ആണ്. അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ n-ന്റെ വാല്യൂ 2 ആണ് അവിടെ വരുന്നത്. എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുമ്പോൾ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ഈക്വൽ ടു a ടാഗർ ആണ്. അങ്ങനെയാണെങ്കിൽ e⁻i⁴ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓർത്ത് വെക്കേണ്ട കാര്യം എ ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണെങ്കിൽ i എന്ന് പറയുന്നത് i × a എന്ന് പറയുന്നത് ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. എ ഹെർമീഷ്യൻ ആണെങ്കിൽ i എന്ന് പറയുന്നത് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. അതെന്തുകൊണ്ടാ? i ടാഗർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? -i എന്നുള്ള ടേം ആണ്. -i എന്നുള്ളതായതുകൊണ്ട് തന്നെ ദാറ്റ്സ് എ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് e⁻i⁴ എന്താന്നുള്ളതാണ്. അപ്പൊ e⁻i⁴ കാണാൻ വേണ്ടിയിട്ട് u ഈക്വൽ ടു e⁻i⁴. ഞാൻ ജസ്റ്റ് u എന്ന് പറഞ്ഞൊരു ടേം കൊടുത്തു എന്നേ ഉള്ളൂ. u ഈക്വൽ ടു e⁻i എന്ന് കൊടുത്തു. ദെൻ u ടാഗർ ഈക്വൽ ടു e⁻−i ബിക്കോസ് i ടാഗർ എന്ന് പറയുന്നത് -i ആണ്. സോ u ടാഗർ എന്ന് പറയുന്നത് e⁻−i എന്ന് വരും. ഇനി ഇതിൽ ഏത് മെട്രിക്സ് ആണെന്ന് നമ്മൾ നോക്കണം. ഇതൊരു റിയൽ മെട്രിക്സ് അല്ല, ബിക്കോസ് e⁻−i എന്നാണ് വന്നിട്ടുള്ളത്. ഇമാജിനറി ടേംസ് അതിലുണ്ട്. അപ്പൊ അത് ഒരു റിയൽ മെട്രിക്സ് അല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കാം. ഇനി ഇതിൽ യൂണിറ്ററി ആണോ ഓർത്തോഗണൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴും യൂണിറ്ററി മെട്രിക്സ് ചെക്ക് ചെയ്യുന്നത്. എങ്ങനെ യൂണിറ്ററി ചെക്ക് ചെയ്യാം? u ടാഗർ ഈക്വൽ ടു u ഇൻവേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് u ടാഗർ u ഇൻവേഴ്സ് കാണണമെന്നില്ല. u ടാഗർ ഈക്വൽ ടു u ഇൻവേഴ്സ് എന്നുള്ളതിനാണ് നമ്മൾ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയും. അതായത് u ടാഗർ ഈക്വൽ ടു u ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u × u ടാഗർ ഈക്വൽ ടു 1 ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു യൂണിറ്ററി മെട്രിക്സ് ആണ്. ഇവിടെ അത് ആ ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. u × u ടാഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. e⁻i⁴ × e⁻−i ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടുന്നുണ്ട്. ഇതൊരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് അല്ല. അതുകൊണ്ട് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് അല്ലാത്ത ഇവിടെ e⁻i⁴ ഹോൾ ടാഗർ ഈക്വൽ ടു -e⁻−i എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടുന്നില്ല. സോ അതൊരു സ്ക്യൂ ഹെർമീഷ്യൻ. ഒരു മൈനസ് നമുക്ക് എക്സ്പോണൻഷ്യലിന്റെ പുറത്തേക്കും കൂടെ നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പൊ ആ രീതിയിലൂടെ വരാത്തതുകൊണ്ടാണ് ഇതൊരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് അല്ലാത്തത്. സോ ദിസ് ഈസ് എ യൂണിറ്ററി മെട്രിക്സ്. ഓക്കെ, ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസുകൾ ഒക്കെയാണ്. ഇത് ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ അവിടെ ഡൗട്ട് വന്നിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ ക്ലിയർ ആണ്? ഓക്കെ, ഗുഡ്. നമ്മുടെ റിവിഷൻ സെക്ഷൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. അതിന്റെ എവരി ഡയഗണൽ ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ കേസിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഉദ്ദേശിച്ച് ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത എലമെന്റ്സ് അത് 0 ആണോ, അതോ എല്ലാ ഡയഗണൽ എലമെന്റ്സും 0 ആണോ, അതോ ഹാസ് ഓൾ ഓഫ് ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ് റിയൽ ആണോ, അല്ലെങ്കിൽ ഹാസ് എവരി ഡയഗണൽ എലമെന്റ്സ് ആർ ഐദർ പ്യുവർലി ഇമാജിനറി ഓർ 0. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഒരു സ്ക്യൂ ഹെർമീഷ്യൻ അല്ലെങ്കിൽ ആന്റി ഹെർമീഷ്യൻ മെട്രിക്സിന്റെ കേസിൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് 0 അതല്ലെങ്കിൽ +or-i+or-2i പോലെയുള്ള ടേംസ് ആണ് വരിക. അതായത് പ്യുവർലി ഇമാജിനറി ആയിട്ടുള്ള ടേംസ് അതല്ലെങ്കിൽ 0 ആണ് വരിക എന്നുള്ളത്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ സെറ്റിന് ചോദിച്ചിട്ടുള്ളത്. So has every diagonal elements are either purely imaginary or 0. Now, which of the following is not Hermitian? ഇതും വളരെ സിമ്പിൾ ആണ്. Which of the following is not Hermitian? Hermitian matrixന്റെ diagonal elements ഒരിക്കലും ഇമാജിനറി ആവില്ല. ഇതിൽ ഏതിലാണ് ഇമാജിനറി ടേം ഉള്ളത്? ഓപ്ഷൻ ഡിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിൽ ഇമാജിനറി ടേം വന്നിട്ടുണ്ട്. ബിക്കോസ് I001 എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഏത് പറയാൻ പറ്റും? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്നുള്ളത് പറയാൻ പറ്റും. സോ ദിസ് ഇസ് നോട്ട് ഹെർമീഷ്യൻ. ഇത്രയൊക്കെയാണ് വെക്ടേഴ്സിന്റെ കേസിൽ വരുന്നത്. ആൻഡ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി കോംപ്ലക്സ് അനാലിസിസിന്റെ കേസിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളോട് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസിഡ്യൂ ഓഫ് 1/1 + z² at z = i is. റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ആദ്യം z = i എന്നുള്ള പോയിന്റിലാണ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ വരുന്ന പോയിന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 1 + z² = 0 എന്ന് പറയുമ്പോൾ z = +or-i. അങ്ങനെയാണെങ്കിൽ റെസിഡ്യൂ അറ്റ് z = i എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഡയറക്റ്റ് എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട്. കോംപ്ലക്സ് അനാലിസിസ് ചിത്ര മിസ് എടുത്തതല്ലേ? കോംപ്ലക്സ് അനാലിസിസ് ചിത്ര മാം എടുത്തതല്ലേ? ഇപ്പത്തെ ബാച്ചിലെ സ്റ്റുഡൻസിനോടാണ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മളവിടെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. റെസിഡ്യൂ അറ്റ് z = i നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് z → i z - i ഇൻറ്റു z 1 + z² നമുക്ക് എന്ത് എഴുതാൻ പറ്റും? z + i ഇൻറ്റു z - i എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ z + i ഇൻറ്റു z - i എന്ന് പറയുന്നത് 1 + z² ആണ്. അതായത് a + b ഇൻറ്റു a - b എന്ന് പറയുന്നത് a² - b² ആണ്. അതേപോലെ a + ib ഇൻറ്റു a - ib എന്ന് പറയുന്നത് എങ്ങനെ വരും? a + ib ഇൻറ്റു a - ib എന്ന് പറയുന്നത് a² + b² എന്നുള്ള ഫോമിലാണ് വരിക. സോ ഇവിടെ z - iയും z - iയും ക്യാൻസൽ ചെയ്ത് പോകും. z നമ്മൾ i കൊടുക്കുകയാണ്. ഇവിടെ ആൻസർ എന്ത് വരും? 1/1 എന്നുള്ളതായിരിക്കും ഇവിടെ വരുന്ന ആൻസർ. പിന്നെ സെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ the value of closed integral dz by z - 3 if c is the circle and mod z - 2 = 5. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സിംഗിൾ അപ്പോയിന്റ് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് z - 3 = 0 കൊടുക്കുക നോക്കുക. അപ്പൊ z = 3 ആണ്. ഇനി ഇവിടെ തന്നിട്ടുള്ള സർക്കിളിന്റെ എക്സ്പ്രഷൻ ചെയ്ത് നോക്കുക. z - 2 = 5 എന്ന് ഉദ്ദേശിച്ചത് z - 2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറഞ്ഞ പോയിന്റിനെ സെന്റർ ആക്കിയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ആ സർക്കിൾ അതിന്റെ 5 റേഡിയസ് എന്ന് പറയുമ്പോൾ 2നെ നമ്മളിവിടെ സെന്റർ ആക്കുന്നത്. 2നെ സെന്റർ ആക്കണമെങ്കിൽ ഒരു ഭാഗത്ത് 7ഉം 2ന്ന് ഒരു ഭാഗത്തേക്ക് 5 -3ലും പോയിന്റ് പോകും. എന്നോട് പറയാം, ഇവിടെ z - 2 = 5 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് 5 എന്നും 2 എന്ന് ഉദ്ദേശിച്ചത് അതിന്റെ സെന്റർ എന്നാണ് ഉദ്ദേശിച്ചത്. സെന്റർ ഇവിടെ 2ലാണ് നിൽക്കുന്നത്. ആ 2ന്ന് 5 റേഡിയസിൽ, അതായത് 2ന്ന് 5 റേഡിയസിൽ എന്ന് പറയുമ്പോൾ ഇവിടെ 7ലേക്ക് പോകും. 2ന്ന് 5 റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ സൈഡിലേക്ക് -3ലേക്ക് പോകും. അപ്പോൾ ഇത് രണ്ടും കൂടെ അതിന്റെ ഇടയിലാണ് നമ്മുടെ സർക്കിൾ വരുന്നത്. ആ സർക്കിളിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് z = 3. അപ്പോൾ 2ന് അടുത്ത് വരുന്നിട്ടുള്ള പോയിന്റ് ആണ് z = 3 എന്നുള്ള പോയിന്റ്. അപ്പോൾ
അത് അവിടെ നമ്മൾ എടുക്കുന്ന സർക്കിളിനുള്ളിലായതുകൊണ്ട് തന്നെ ആൻസർ എന്നുള്ളത് 0 ആവില്ല. ബിക്കോസ് നമ്മൾ എടുക്കുന്ന സർക്കിളിന്റെ ഉള്ളിലാണ് ടേം വന്നിട്ടുള്ളത്. സോ ആൻസർ 0 അല്ല. ഡൗട്ട് ചോദിച്ചോ? ഇല്ല. ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ എടുക്കുന്ന പോയിന്റ് അതിനുള്ളിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഉള്ളിലാണെന്നുള്ളത് കൊണ്ട് തന്നെ 0 എന്നുള്ളതല്ല ഇവിടെ ആൻസർ വരും. ഇനി z equal to 3 lies inside എന്നുള്ള കേസ് ആയതുകൊണ്ട് അതിന്റെ കേസിൽ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇന്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. 2πi റെസിഡ്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. റെസിഡ്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? z-3 ഡിവൈഡഡ് ബൈ z-3 1 കിട്ടും. ആൻഡ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് 2πi ഇൻറ്റു ദിസ്. ഇവിടെ ആൻസർ എന്ത് വരും? 2πi എന്ന് തന്നെ വരും. ഇവിടെ ആൻസർ വരുന്നത് 2πi. അപ്പോ നമുക്ക് തന്നിട്ടുള്ള ഈ എക്സ്പ്രഷന് ഉള്ളിലാണോ പുറത്താണോ എന്നുള്ളതിനെ നോക്കിയിട്ടാണ് ഇവിടെ ആൻസർ പറയുന്നത്. ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ഇത് നെറ്റ് ബേസ്ഡ് ആണ്. അത് ഞാൻ പറയാം. പിന്നെ ചോദിക്കാറുള്ളതാണ് നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി. Which of the following function cannot be the real part of a complex analytic function of z of x plus iy? അപ്പോൾ അനലിറ്റിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. അത് പിന്നെ ഹാർമോണിക് ആണോ എന്നുള്ള കണ്ടീഷൻ. അനാലിറ്റിക് ഫംഗ്ഷൻസേ ഹാർമോണിക് ആവാറുള്ളൂ. ഇവിടെ റിയൽ പാർട്ടിന്റെ കേസിലുള്ള ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അനാലിറ്റിക് ഫംഗ്ഷൻസ് ഹാർമോണിക്കും ആയിരിക്കും. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ശരിക്കും അവിടെ കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അനലിറ്റിക് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അനലിറ്റിക് കണ്ടീഷൻ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ. ആ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് അനലിറ്റിക് ഫംഗ്ഷൻ ഏതാണെന്നുള്ളത്. അപ്പൊ അനലിറ്റിക് ഫംഗ്ഷൻസ് എപ്പോഴും ഹാർമോണിക് ഫംഗ്ഷൻസും ആയിരിക്കും. സോ ഹാർമോണിക് ഫംഗ്ഷൻസിന്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഏത് ഫംഗ്ഷൻ ആണ് ഹാർമോണിക് കണ്ടീഷൻ? അത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷൻ, ഇത് യു എന്ന് പറയുന്നത് റിയൽ പാർട്ടിലുള്ള ടേം ആണ്. ഈ ഒരു കണ്ടീഷൻ ഇതിൽ ഏതിലാണ് സാറ്റിസ്ഫൈ ചെയ്യാത്തത് എന്നുള്ളത് നോക്കുക. അപ്പം അതിൽ വരുന്നത് ഓപ്ഷൻ എ ആണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുന്നത്. ഇതൊക്കെയാണ് കോംപ്ലക്സിന്റെ ഇതിൽ വരുന്നത്. കോംപ്ലക്സിൽ വരുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇനി ഫൊറിയർ സീരീസിന്റെ കേസിൽ വരുന്നത് അവിടെ നമ്മള് ഫൊറിയർ സീരീസിന്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് ഇന്റഗ്രേഷൻ സൈൻ എക്സിന്റെയും കോസിക്സിന്റെ ഒക്കെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 ആണ്. ടാൻ എക്സിന്റെയും കോട്ടെക്സിന്റെ ഒക്കെ ടൈം പീരീഡ് വരുന്നത് പൈ ആണ്. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഇന്റഗ്രൽ 0 to 2π സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇന്റഗ്രൽ 0 to 2π കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നതും 0 ആണ്. അതുപോലെ ടാൻ എക്സിന്റെയും കോട്ടെക്സിന്റെ ഒക്കെ ടൈം പീരീഡ് 0 പൈ ആണെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ഇന്റഗ്രേഷൻ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഫൊറിയർ സീരീസിന്റെ ഭാഗം കുറച്ച് എളുപ്പമാണ്.
നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇന്റഗ്രേഷൻ എക്സ്പ്രഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ ഫോറിയർ സീരീസിന്റെ കേസിൽ വരുന്ന ജനറൽ ഫോർമുല എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 plus sigma n equal to 1 to infinity an cos 2 pi nx by b minus a plus sigma n equal to 1 to infinity bn 2 pi nx by b minus a. ഈ b minus a എന്നുള്ളൊരു ജനറൽ ഫോർമാറ്റിൽ നമ്മൾ എഴുതുകയാണ്. നമ്മൾ എടുക്കുന്നത് ഇതിന്റെ ടൈം പീരിയഡ് എന്താണോ ആ ടൈം പീരിയഡ് ആണ് അവിടെ ചേർക്കുന്നത്. ഇനി നമ്മളുടെ ഇതിൽ ഫസ്റ്റ് ടേം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കൊറിയർ സീരീസ് എന്നിട്ട് അതിൽ ഫസ്റ്റ് ടേം നമ്മളോട് കാണാൻ പറയുകയാണെങ്കിൽ a0 കണ്ടാൽ പോരാ a0/2 എന്നുള്ള രീതിയിൽ ചെയ്യണം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും a0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity ആണെങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. അതല്ലാതെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ടേം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ പഠിച്ചിട്ടുള്ള a0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity ആണെങ്കിൽ ആ വരുന്ന ബൈ ടു ടേം ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഇടും 1/b മൈനസ് a എന്നുള്ള ടേം ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ അത് ഇവിടെ ഒരു ഭാഗത്ത് 1/b മൈനസ് a ബാക്കിയുള്ള രണ്ട് കേസിലും 2/b മൈനസ് a എന്നൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓരോ റേഞ്ചുകൾ മാറും തോറും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ എഴുതുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos 2 pi nx by b minus a plus sigma n equal to 1 to infinity bn sin 2 pi nx by b minus a. ഓക്കെ, അവിടെ നമ്മൾ a0 ചെയ്തു, an bn ഇതെല്ലാം നമ്മൾ എക്സ്പ്രഷൻ എഴുതി. ഇനി bn കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ an എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ് നമ്മൾ ഹൗ ടു ഫൈൻഡ് bn ഫ്രം an. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 പൈ ആൻഡ് an-ന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. bn കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ എങ്ങനെയാണ് an കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ an-ന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് 1/π x sin nx by n plus cos nx by n square 0 to π. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമ്മളോട് ചിലപ്പോൾ സീരീസ് കംപ്ലീറ്റ് കാണാൻ പറയുന്ന സമയത്ത് നമ്മൾ an കാണണം, പിന്നെ bn കാണണം. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. an കിട്ടിക്കഴിഞ്ഞാൽ അവിടെ bn കാണാൻ വേണ്ടിയിട്ട് sin x ഉള്ളിടത്തൊക്കെ മൈനസ് കോസ് എക്സ് എന്ന് കൊടുക്കുക, sin nx ഉള്ളിടത്തൊക്കെ അല്ലെങ്കിൽ sin x ഉള്ളിടത്തൊക്കെ മൈനസ് കോസ് എക്സ് കൊടുക്കുക, കോസ് nx ഉള്ളിടത്തൊക്കെ sin x കൊടുക്കുക. സെയിം ടേം തന്നെയാണ്, പക്ഷെ ഈ ലിമിറ്റിന് മുന്നേ കേട്ടോ, നമ്മൾ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, an-ന്റെ ടേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂ, bn-ന്റെ ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് sin x ഉള്ളിടത്ത് മൈനസ് കോസ് എക്സ് എന്ന് കൊടുക്കുക, കോസ് nx ഉള്ളിടത്ത് sin x-ന്റെ ടേം കൊടുക്കുക. നമുക്കവിടെ bn കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ bn കാൽക്കുലേറ്റ് ചെയ്യാൻ വീണ്ടും പഴയ പോലെ എക്സ്പ്രഷൻ ഒക്കെ എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് നമ്മൾ ചെയ്താൽ മതി. പിന്നെ ലിമിറ്റ്, അതിനുശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ എക്സ്പ്രഷൻ an കിട്ടിക്കഴിഞ്ഞാൽ bn ചെയ്യാനായിട്ടുള്ള ഇത് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ സെറ്റിന്റെ കേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. The Fourier series of the function f of x equal to x square in the interval minus pi less than x less than pi is given by. ഇവിടെ മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസും ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിഗ്മ 1 to infinity 1/n² ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യാൻ എന്ത് ചെയ്യുക, നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. So x square equal to f of x equal to pi square by 3 plus 4 sum of 1 to infinity minus 1 raised to n cos nx by n square. ഇവിടെ നമുക്ക് കാണേണ്ടത് ഈ ഒരു ടേം ആണ്, സം ഓഫ് 1 to infinity n square എന്നുള്ള ടേം ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഞാൻ ലെറ്റ് എക്സ് ഈക്വൽ ടു പൈ എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. എക്സിന്റെ വാല്യൂ പൈ ആണെന്ന് കൊടുത്ത് നോക്കുക. എന്ത് വരും, പൈ സ്ക്വയർ ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3 plus 4 sigma 1 to infinity
-1 -1 അതെന്തുകൊണ്ടാണ് cos n pi എന്നുള്ളത് -1 ആണ്. So cos n pi എന്നുള്ളത് -1 ആയതുകൊണ്ട് അത് കൊടുത്തു. -1 എന്ന് വരും, അതിന്റെ വാല്യൂ 1 ആണ്. ഇവിടെ നമുക്ക് സിഗ്മ 1/n² എന്ന് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ടേം കിട്ടണം. അപ്പൊ പൈ കൊടുക്കുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എന്നിട്ട് എക്സിന്റെ വാല്യൂ പൈ കൊടുത്തപ്പോൾ x² വാല്യൂ π². ഇവിടെ നമുക്ക് π² - π²/3 = 4 sigma 1 to infinity 1/n² എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് സിഗ്മ 1 to infinity 1/n² വാല്യൂ π²/6 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ക്ലാസ്സുകൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ആപ്പിലൊന്ന് അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ചിത്ര മിസ് എടുക്കുന്നത് 2 ടീച്ചേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മിസ് എടുക്കുന്ന ട്രിക്സ് ആയിരിക്കില്ല ഞാൻ ചിലപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ക്ലാസ്സും കൂടെ ഞാൻ ഇതിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഇതിൽ എല്ലാം ഇങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട പോർഷൻസ് ഏതാണ്, അപ്പോൾ അധികം സെറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത ഭാഗം നോക്കിയാൽ മതി. ഇതിന് റീപ്ലൈ തന്നില്ല. ഇങ്ങനെ ഫാസ്റ്റ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. കുഴപ്പമില്ല മിസ്. ഓക്കെ, ഇതിന്റെ സോൾവ്ഡ് ആയിട്ടുള്ള നോട്ട്സ് അതിൽ അപ്ലോഡ് ചെയ്താലും മതി. ഓക്കെ, ഞാൻ നോട്ട്സും രണ്ടും അപ്ലോഡ് ചെയ്യാം. നമുക്ക് കൂടുതൽ സെറ്റിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. ചിലർക്ക് നോട്ട് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന അതേ നോട്ട്സ് തന്നെയാണ് തരുന്നത്. അപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്കൊരു കംഫർട്ട് അല്ല വരുന്നത്, ഒരു കംഫർട്ട് കിട്ടുന്നില്ല. നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ കംപ്ലീറ്റ് ചിത്ര മിസ്സിന്റെ ക്ലാസ് കേട്ടിട്ടില്ല. എനിക്കൊരു കംഫർട്ട് ഇല്ല ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ക്ലാസ്സുകൾ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യാം. അതിലെ പ്രോബ്ലം സെക്ഷൻസ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മിസ് പറഞ്ഞ ട്രിക്കുകളും ഞാൻ പറയുന്ന ട്രിക്കുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഞാൻ ഈ ക്ലാസ്സുകളും നോട്ട്സുകളും അപ്ലോഡ് ചെയ്യാം. ദാറ്റ്സ് ഫൈൻ. പിന്നെ കർവ് ലീനിയർ കോർഡിനേറ്റ്സിന്റെ കേസിലുള്ളത് ചെറിയ മിസ് എടുത്തതുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ ഞാൻ ഈ ഇതിന്റെ കേസിൽ മാത്തമാറ്റിക്കലിന്റെ ഈ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇന്ന് രാവിലെ ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയമെൻഷണൽ അനാലിസിന്റെ ഒരു ക്ലാസ്. അതും ഒന്ന് കാണും. അത് ഡയമെൻഷണൽ അനാലിസിസ്, എറർ അനാലിസിസ്, ഇതിനൊക്കെ സെറ്റിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ സെറ്റിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിന്റെ കാര്യങ്ങൾ. ഓക്കെ ആണോ? റെസ്പോൺസ് ഓക്കെ, fine. Now
നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ എക്സാം ഉണ്ടാവും. അതിന് മുന്നേ ഇന്നും കൂടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ കംപ്ലീറ്റ് റിവിഷൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ഡൗട്ട്സുകൾ മാത്രം ഇന്ന് ചോദിക്കുക. ജീനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അത് എനിക്ക് നോക്കാൻ നേരം കിട്ടിയിട്ടില്ല. ആൻഡ് മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ അതല്ലാത്തുള്ള ഡൗട്ട്സുകൾ നോക്കുക. പിന്നെ നാളെ ഉള്ള എക്സാമിൽ ടെൻസേഴ്സിന്റെയും ഗ്രൂപ്പ് തിയറിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അത് നമ്മൾ നാളത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അസൈൻമെന്റ് ആയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും. മിസ് പറയൂ. വെക്ടേഴ്സിനെ പറ്റിയിട്ട് 2018 ഉള്ള ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ ഇപ്പൊ പോസ്റ്റ് ചെയ്ത് അതൊന്ന് പറഞ്ഞുതരുമോ? വെക്ടേഴ്സില് ഇത് ടെൻസേഴ്സിൽ വരുന്നതല്ലേ? അല്ല, ഞാൻ വെക്ടേഴ്സ് അതല്ല, ഞാൻ വേറെ 2 ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാം. എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഓക്കെ. അത് രണ്ടും ആ സെയിം ഇയറിൽ വന്നതാണ്. ഓക്കെ. ഇതില് the component of vector r along axis will have maximum value if അതല്ലേ? അതെ. r is along positive y-axis, r is along positive x-axis, r is marked as an angle 45 degree with x-axis, r is along negative y-axis. അത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പോണന്റ് ഓഫ് വെക്ടർ എ എലോങ് ടു വെക്ടർ ബി എന്നുള്ളതുപോലെ. അതേപോലെ തന്നെയാണ് കമ്പോണന്റ് ഓഫ് വെക്ടർ ആർ എലോങ് എക്സ് ആക്സിസ്. അപ്പൊ ബി എന്നുള്ളതിന് പകരം ഇവിടെ വന്നിട്ടുള്ളത് എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓക്കെ മറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവില്ല. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് കാണിച്ചു തരാം. സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ. ഞാനിതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഞാനിവിടെ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ആയിട്ടിട്ട്. കണ്ടു. ക്വസ്റ്റ്യൻ കാണാത്തവർക്ക് അവിടെ നോക്കാം. എന്റെ സിസ്റ്റം ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തതെല്ലാം